SNDP കണിച്ചുകുളങ്ങര യൂണിയൻ നെടുമ്പുറം ശാഖയിലെ 9-ാം നമ്പർ ഡോക്ടർ പൽപ്പൂസ് സ്മാരക കുടുംബ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും ആദരവും നടന്നു. SNDP യോഗം 551-ാം നമ്പർ നെടുമ്പുറം ശാഖ 9-ാം നമ്പർ ഡോക്ടർ പൽപ്പൂസ് സ്മാരക കുടുംബ യൂണിറ്റ് യോഗവും പഠനോപകരണ വിതരണവും ശാഖായോഗം ചെയർമാൻ ഷാജു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു. നെടുമ്പുറം ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് അനിൽ വെള്ളശ്ശേരി അധ്യക്ഷനായി. കുടുംബ യൂണിറ്റ് കൺവീനർ പീത സജി ചിറയിൽ സ്വാഗതവും കുടുംബ യൂണിറ്റ് ഖജാൻജി രജിമോൾ ബിനു പറത്തറ നന്ദിയും പറഞ്ഞു. 12-ാം വാർഡംഗം മാലൂർ ശ്രീധരൻ ആദരികൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശാഖായോഗം കൺവീനർ പി രാജേഷ് ചങ്കരന്തറ, ശാഖാ കമ്മിറ്റി അംഗം പ്രസന്നൻ വടികാട്ട് എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ നിത്യയെ ചടങ്ങിൽ ആദരിച്ചു. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കുട്ടികളുമായിട്ട് സംസാരിക്കണം. നിങ്ങൾ അതിനുവേണ്ടി ഒരു അരമണിക്കൂർ ഡെയിലി ഭക്ഷണം കഴിഞ്ഞോ ഭക്ഷണത്തിന് മുമ്പോ രാത്രി എവിടെയെങ്കിലും ഇരിക്കണം. വിസിറ്റിംഗ് റൂമിൽ ഇരിക്കുക, കുട്ടികളെ വിളിച്ചിരുത്തുക, അവിടെയുള്ള ആൾക്കാർ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ വിളിച്ചിരുത്തുക. നമ്മൾക്ക് അച്ഛൻ ജോലിക്ക് പോയ കാര്യം അവിടെ സംസാരിക്കുക, അമ്മ ജോലിക്ക് പോയ കാര്യം, അന്ന് നടന്ന കാര്യങ്ങൾ അവിടെ സംസാരിക്കുക. കുട്ടികൾ പോയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിച്ചു, ഇതൊക്കെ ചോദിക്കുക. ഫ്രണ്ട്ഷിപ്പ് വേണം, ഫ്രണ്ട്ലി ആയിരിക്കണം. അച്ഛനമ്മയും മക്കളും തമ്മിൽ ഫ്രണ്ട്ലി ആയിരിക്കണം. അപ്പോൾ പിള്ളേർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റും. അല്ലെങ്കിൽ അവർ പറയത്തില്ല, ഒരു അബദ്ധം പറ്റിയാൽ പറയത്തില്ല. ആ അബദ്ധത്തിൽ നിന്നാണ് മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത്. അതിനനുവദിക്കരുത്. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എന്തൊക്കെ പഠിപ്പിച്ചു എന്ന് നമ്മൾ ചുമ്മാ ചോദിച്ചേക്കണം. ഒരു അരമണിക്കൂർ അവരുമായിട്ടിരുന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തണം. കുട്ടികളുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം, വീട്ടിലുള്ളവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുകൾ വളരെ കുറവാണ്. ശ്രീനാരായണ ഗുരു ആരായിരുന്നു, ജീവിതം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ എന്തായിരുന്നു, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയണം, പഠിപ്പിക്കാൻ കഴിയണം. ശ്രീനാരായണ ഗുരു ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കേരളം ഉണ്ടാവില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ലോകത്തെങ്ങും പ്രചരിക്കാമെങ്കിൽ ഇപ്പോൾ പാലസ്തീനില് 40,000 ആളുകളെ കൊന്നു എന്ന് അഭിമാനിക്കുകയാണ് ഇസ്രായേൽ. ഇന്നോ ഇന്നലെ പത്രത്തിലുണ്ട്, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ആഹാരം കിട്ടാതെ പട്ടിണിക്കാണ്, പട്ടിണി കൊണ്ട് മരിക്കും കുഞ്ഞുങ്ങൾ. ആശുപത്രിയിലാണ് ബോംബിടുന്നത്. രോഗികൾ, ഗർഭിണികൾ, വൃദ്ധന്മാരെല്ലാം ഉള്ളിടത്ത് ബോംബിടുകയാണ്. 40,000 പേരെ കൊന്നു എന്ന് ഇസ്രായേൽ അഭിമാനിക്കുകയാണ്. ഇനിയും തുടരുമെന്ന് പറയുക. അതൊക്കെ സംഭവിക്കുന്നത് മതത്തിന്റെ പേരിലാണ്, വംശത്തിന്റെ പേരിലാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം